നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. തണൽ വെൽഫെയർ സൊസൈറ്റി അയൽക്കൂട്ടം മാരാമുറ്റ യൂണിറ്റ് SSLC+2 വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. തണൽ വെൽഫെയർ സൊസൈറ്റി അയൽക്കൂട്ടം മാരാമുറ്റ യൂണിറ്റ് SSLC+2 പാസ്സായ കുട്ടികൾക്ക് ആദരവും മോട്ടിവേഷൻ ക്ലാസും മാരാമുറ്റം തണൽ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു. കിട്ടാതെ പോയ കുട്ടികള് ബുദ്ധിമാനി ഉള്ളത് കൊണ്ടല്ല. ഒരു രസകരമായ ഒരു കഥ പറയാറുണ്ട്. ബ്രെയിന് വിൽപ്പനക്ക് വെച്ചൊരു ഷോപ്പാണ്. ബ്രെയിനിന് വിൽപ്പനക്ക് വെക്കോ? ഇല്ല അല്ലെ? ബ്രെയിൻ വിൽപ്പനക്ക് വെക്കില്ല. പക്ഷെ ബ്രെയിൻ വിൽപ്പനക്ക് വെച്ചെടുത്തത് സാങ്കല്പിക കഥയാണ്. ഒരാള് ബ്രെയിന് വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ അങ്ങനെ കടക്കാരെ പരിചയപ്പെടുത്തി, ഇത് അമേരിക്കക്കാരന്റെ ബ്രെയിനാണ്, ഇതിന്റെ വില 12 കോടി രൂപ. ഇത് ജപ്പാൻകാരന്റെ ബ്രെയിൻ, ഇതിന്റെ വില 10 കോടി രൂപ. അങ്ങനെ ചൈനക്കാരൻ, അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളെല്ലാം കോടികളാണ്. അവസാനം ഇന്ത്യക്കാരന്റെ ബ്രെയിനിന്റെ അടുത്തേക്ക് എത്തി. ചെറിയൊരു മാറ്റം ഇടാം. എല്ലാവരും ബ്രെയിനിന്റെ വിലയും 10 രൂപ, 12 രൂപ, 14 രൂപ, 15 രൂപയാണ്. ഞാൻ മാറിയത് തെറ്റിപ്പോയത്, സംസാരിച്ച് തെറ്റിപ്പോയതാണ്. അവസാനം ഇന്ത്യക്കാരന്റെ ബ്രെയിനിന്റെ അടുത്ത് എത്തിയപ്പോ അതിന് ഭയങ്കര വില, അതിന് 100 കോടി രൂപ. സപ്പോസ് 100 കോടി രൂപ വിൽപ്പന വാങ്ങാൻ വേണ്ടി വന്ന ആള് ചോദിച്ചു, ഇതെന്താ ഇതിന് ഇത്രയും വില? അപ്പൊ ഇത് ഫ്രഷ് ആണ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. അമേരിക്കക്കാരന്റെയും ജപ്പാൻകാരന്റെയും ഒക്കെ ബ്രെയിനൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് അത് പഴഞ്ചനായി പോയി. ഇന്ത്യക്കാരന്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടില്ല, ഫ്രഷ് ആണ്. തണൽ വൈസ് പ്രസിഡന്റ് PK നൌഷാദ് സ്വാഗതം പറഞ്ഞു. സെറീന നൌഷാദ് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. തണൽ പ്രസിഡന്റ് KV മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് നാസർ മണമ്മൽ, ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ പ്രസിഡന്റ് നസിയ മണമ്മൽ, തണൽ അയൽക്കൂട്ടം സെക്രട്ടറി PK ജമാൽ, C മുഹമ്മദ്, സഹോദരൻ അബ്ദുൽ ഖാദർ, അയൽക്കൂട്ട അംഗം ഷെഫ് കഫീല എന്നിവർ സംസാരിച്ചു.